You saw curses. നിങ്ങൾക്ക് ശാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. You saw losses. നഷ്ടങ്ങൾ നേരിട്ടിട്ടുണ്ട്. You saw pain. നിങ്ങൾ വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. You saw unjust criticism. നിങ്ങൾ അന്യായമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. You saw wrong accusation. നിങ്ങൾക്കെതിരെ തെറ്റായ കുറ്റാരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. You saw obstruction. നിങ്ങൾ തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട്. You saw the works of the demon powers. ദുരാത്മാക്കളുടെ പ്രവൃത്തികൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. But now you will experience the blessings from God. ഇപ്പോൾ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾ അനുഭവിച്ചറിയും. I declare this blessing from God in the name of Jesus upon your life. ദൈവത്തിൽ നിന്നുള്ള ഈ അനുഗ്രഹം യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രസ്താവിക്കുന്നു. Upon these servants of God. ഈ ദൈവദാസന്മാരുടെ മേലും Let there be showers of blessing now. അനുഗ്രഹം മാരി പെയ്തിറങ്ങട്ടെ. And a great increase. ഒരു വലിയ വർധനവ് ഉണ്ടാകട്ടെ. Father, do it, Lord. പിതാവേ അത് ചെയ്യണമേ. Do it, Lord. അത് ചെയ്യണമേ. Right now. ഇപ്പോൾ തന്നെ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Thank you, Father. പിതാവേ നന്ദി. Thank you, Father. പിതാവേ നന്ദി. Thank you for your love for your children. അങ്ങയുടെ മക്കളോടുള്ള അങ്ങയുടെ സ്നേഹത്തിന് നന്ദി. No more tears. ഇനി കണ്ണുനീരില്ല. No more darkness. ഇനി അന്ധകാരമില്ല. Only blessing, blessing, blessing in Jesus' name. ഇനി യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. Would you say amen? നിങ്ങൾ ആമേൻ എന്ന് പറയുമോ? Amen. ആമേൻ. And now the Bible says in Malachi 3:10. മലാക്കി 3:10 വേദപുസ്തകം പറയുന്നു. God says. ദൈവം പറയുന്നു. When you bring your offerings to നിങ്ങൾ me. എൻ്റെ ആലയത്തിലേക്ക് നിങ്ങളുടെ വഴിപാടുകൾ കൊണ്ടുവരുമ്പോൾ I will throw open the floodgates of heaven. ഞാൻ ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറക്കും. And pour out so much blessing that you will not be able to hold it. സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയും. You will not have enough rooms to store the blessing. നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ സൂക്ഷിച്ചു വെക്കുവാൻ സ്ഥലം പോരാതെ വരും. You will not have enough vessels. അനുഗ്രഹങ്ങൾ സൂക്ഷിച്ചു വെക്കുവാൻ നിങ്ങൾക്ക് പാത്രങ്ങൾ You will പോരാതെ not have വരും. enough lockers to hold the blessing. അനുഗ്രഹങ്ങൾ സൂക്ഷിച്ചു വെക്കുവാൻ നിങ്ങൾക്ക് ലോക്കറുകൾ പോരാതെ വരും. I will pour the blessing. ഞാൻ നിങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ വർഷിക്കും. Say after our dear brother, Lord, pour the blessing. നമ്മുടെ പ്രിയ സഹോദരൻ പറഞ്ഞതിനു ശേഷം പറയുവിൻ, കർത്താവേ അനുഗ്രഹങ്ങൾ In ചൊരിയണമേ. the name of Jesus. യേശുവിന്റെ നാമത്തിൽ Let it be so. അത് അപ്രകാരം സംഭവിക്കട്ടെ. Hallelujah. ഹല്ലേലൂയ. Thank you, Jesus. യേശുവേ നന്ദി. You will have God's blessings poured from now on. It's coming right now in Jesus' name. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വർഷിക്കപ്പെടുന്നു. The sound of the abundance of rain is coming in the name of Jesus. യേശുവിന്റെ നാമത്തിൽ പെരുമഴയുടെ മുഴക്കം കേൾക്കുന്നു. Thank you, Jesus. യേശുവേ നന്ദി. Thank you, Jesus. യേശുവേ നന്ദി. Thank you, Jesus. യേശുവേ നന്ദി. It's coming right now. അതിപ്പോൾ നിങ്ങളെ തേടി വരുന്നു. Because of the love Jesus has for you. നിങ്ങളോടുള്ള യേശുവിന്റെ സ്നേഹം നിമിത്തം Just praise Him. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുവിൻ. And the Bible says വേദപുസ്തകം പറയുന്നു in Hebrews 4 and verse 3. എബ്രായർ 4:3 വാക്യത്തിൽ Every blessing that God has for you is already written in heaven. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സകല അനുഗ്രഹങ്ങളെക്കുറിച്ചും സ്വർഗ്ഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. Even before the foundation of the world, every blessing that you should have is already finished. It's already planned. It's already established on your behalf in നിങ്ങൾ ഈ heaven. ലോകത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ പ്രാപിക്കണമോ അതെല്ലാം ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ പേരിൽ എഴുതി വെക്കപ്പെട്ടിരിക്കുന്നു. അതിനുള്ള പദ്ധതികളെല്ലാം ദൈവം ആസൂത്രണം ചെയ്ത് Yes, God has കഴിഞ്ഞിരിക്കുന്നു. already planned every blessing for you. അതെ, നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ട സകല പദ്ധതികളും ദൈവം ഒരുക്കി My കഴിഞ്ഞിരിക്കുന്നു. father had a vision when he was very sick at the age of 34. തന്റെ 34-ാമത്തെ വയസ്സിൽ രോഗബാധിതനായി തീർന്നപ്പോൾ എന്റെ പിതാവ് ഒരു ദർശനം He കണ്ടു. was vomiting blood, അദ്ദേഹം രക്തം ഛർദ്ദിക്കുകയായിരുന്നു. about to die. അദ്ദേഹം മരിക്കാറായിരുന്നു. At that moment, the Holy Spirit lifted him up to heaven. ആ സമയത്ത് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി. It was his spirit. ആത്മാവിലാണ് അദ്ദേഹത്തെ ഉയർത്തിയത്. And he saw an angel. അദ്ദേഹം ഒരു ദൂതനെ കണ്ടു. He was writing and writing on scrolls. ആ ദൂതൻ ചുരുളുകളിൽ എഴുതിക്കൊണ്ടേയിരുന്നു. Behind him were millions of ആ scrolls. ദൂതന്റെ പിന്നിൽ ദശലക്ഷക്കണക്കിന് ചുരുളുകൾ കാണപ്പെട്ടു. And the Holy Spirit showed him. പരിശുദ്ധാത്മാവ് എന്റെ പിതാവിനെ കാണിച്ചു The കൊടുത്തു. angel was writing the name of every person who was to be born in the world. ആ ദൂതൻ ഈ ലോകത്തിൽ ജനിക്കാനിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും പേര് എഴുതുകയായിരുന്നു. When they would be born, അവർ എപ്പോൾ ജനിക്കും, what would happen in their life, അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കും, day wise, ഓരോ ദിവസത്തെ കാര്യങ്ങളും എഴുതിയിരുന്നു. minute wise, ഓരോ മിനിറ്റിലും സംഭവിക്കുന്ന കാര്യങ്ങൾ, how God would give them an opportunity to accept him as Lord.
കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ദൈവം അവർക്ക് എങ്ങനെ ഒരു അവസരം നൽകും? Everything was written. സകലതും വ്യക്തമായി എഴുതപ്പെട്ടിരുന്നു. Even today, ഇന്നും you must know everything for your blessing is written in heaven. നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ട സകലതും എഴുതപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ അറിയണം. But then it didn't stay just in heaven. എന്നാൽ സ്വർഗ്ഗത്തിൽ മാത്രമായി അത് നിൽക്കുന്നില്ല. The Bible says in Jeremiah 29:11, യിരെമ്യാവ് 29:11 പറയുന്നു, God's plans for us are unto giving us a future and a hope. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ നിരൂപണങ്ങൾ നമുക്ക് ശുഭഭാവിയും പ്രത്യാശയും നൽകുന്നതിനുള്ളവയാണ്, Not to harm us. നമ്മുടെ തിന്മയ്ക്കുള്ളവയല്ല. That is God's plan. അത് ദൈവത്തിന്റെ നിരൂപണങ്ങളാണ്. Because of our sin and arrogance, we get harm in our lives. നമ്മുടെ പാപവും ധാർഷ്ട്യവും നിമിത്തം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപദ്രവം ഉണ്ടാകുന്നു. Because of our disobedience and unbelief, we get harm in our lives. നമ്മുടെ അനുസരണക്കേടും അവിശ്വാസവും നിമിത്തം നമുക്ക് ജീവിതത്തിൽ നാശമുണ്ടാകുന്നു. Because of the devil and the evil powers, we get harm in our lives. പിശാചും പൈശാചിക ശക്തികളും നിമിത്തം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നാശമുണ്ടാകുന്നു. Never blame God. ഒരിക്കലും ദൈവത്തെ കുറ്റപ്പെടുത്തരുത്. But always say, God, you're a good God. എപ്പോഴും പറയുവിൻ, ദൈവമേ, അങ്ങ് നല്ല ദൈവമാണ്. God is good. ദൈവം നല്ലവനാണ്. His mercies endure forever. ദൈവത്തിന്റെ കൃപകൾ എന്നേക്കുമുള്ളത്. All things work unto good for those who love God. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. At all times love God. എപ്പോഴും ദൈവത്തെ സ്നേഹിക്കുവിൻ. Never blame God. ഒരിക്കലും ദൈവത്തെ കുറ്റപ്പെടുത്തരുത്. But analyze yourself എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ആരാഞ്ഞറിയുവിൻ. and get into the word of God and the spirit of God to drive the devil. പിശാചിനെ തുരത്തി ഓടിക്കുവാൻ ദൈവത്തിന്റെ വചനവും ആത്മാവും സ്വന്തമാക്കുവിൻ. Believe God has everything unto good. ദൈവം നിങ്ങൾക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുമെന്ന് വിശ്വസിക്കുവിൻ. Say, Lord, you are a good God. പറയുവിൻ, കർത്താവേ, അങ്ങ് നല്ല ദൈവമാണ്. You will only do good for me. അങ്ങ് എനിക്ക് നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ. You have planned only good things for me. അങ്ങ് എനിക്ക് വേണ്ടി നന്മ മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ. I believe. ഞാൻ വിശ്വസിക്കുന്നു. I believe. ഞാൻ വിശ്വസിക്കുന്നു. I believe. ഞാൻ വിശ്വസിക്കുന്നു. Thank you, Jesus. യേശുവേ, നന്ദി. Amen. ആമേൻ. He will do good things. ദൈവം നിങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യും. And the Bible says in Ecclesiastes 3:1-11, സഭാപ്രസംഗി 3:1-11 വാക്യങ്ങളിൽ വേദപുസ്തകം പറയുന്നു, God has an appointed time for every blessing to come into your നിങ്ങളുടെ life. ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതിനെ ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. Everything that has to happen under the heaven, God has a time for it. സ്വർഗ്ഗത്തിന് കീഴിൽ സംഭവിക്കുന്ന സകല കാര്യങ്ങൾക്കും ദൈവത്തിന് ഒരു സമയമുണ്ട്. And He has made everything beautiful in its ദൈവം time. സകലതും അതാതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു തീർക്കുന്നു. Say, Lord, പറയുവിൻ, കർത്താവേ, you have made everything കർത്താവേ, അങ്ങ് സകലതും ചെയ്തു തീർത്തിരിക്കുന്നു. beautiful in its time. അതാതിന്റെ സമയത്ത് ഭംഗിയായി. Beautiful in its time. അതാതിന്റെ സമയത്ത് ഭംഗിയായി അങ്ങ് സകലതും ചെയ്തു തീർത്തിരിക്കുന്നു. Everything shall be made beautiful. അങ്ങ് എനിക്ക് വേണ്ടി സകലതും ഭംഗിയായി ചെയ്തു തരും. Thank you, Jesus. യേശുവേ, ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. Praise the Lord. ദൈവത്തെ സ്തുതിക്കുവിൻ. Yes, everything shall become beautiful. അതെ, സകലതും ഭംഗിയായി ചെയ്തു തീർക്കപ്പെടും. And now, how to bring this to us on ഇപ്പോൾ earth? ഭൂമിയിലായിരിക്കുന്ന നമുക്ക് ഈ അനുഗ്രഹങ്ങൾ എങ്ങനെ ലഭിക്കുമെന്ന് നോക്കാം. The Bible says in Ephesians 1:3, എഫേസ്യർ 1:3 വേദപുസ്തകം പറയുന്നു, God put all these plans of God, which is unto good, in Jesus and sent Him into the world. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ സകല പദ്ധതികളും ദൈവം യേശുവിൽ ചൊരിഞ്ഞു, യേശുവിനെ ലോകത്തിലേക്ക് അയച്ചു. Because the devil was in this world ruling as the prince of the world. കാരണം ലോകത്തിന്റെ പ്രഭുവായി ലോകത്തെ ഭരിച്ചുകൊണ്ട് പിശാച് ലോകത്തിൽ ഉണ്ടായിരുന്നു. And the devil was only unleashing evil to the people. Even today he is doing that. പിശാച് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് തിന്മകൾ കെട്ടഴിച്ചു വിടുകയായിരുന്നു. ഇന്നും അവൻ അത് So ചെയ്തുകൊണ്ടിരിക്കുന്നു. God took the form of a man called Jesus. അതുകൊണ്ട് യേശു എന്ന മനുഷ്യന്റെ രൂപം ദൈവം സ്വീകരിച്ചു. Put all these good plans for us into Himself. നമുക്ക് വേണ്ടിയുള്ള ഈ നന്മ നിറഞ്ഞ പദ്ധതികൾ ദൈവം യേശുവിലേക്ക് ചൊരിഞ്ഞു. And came into the world. യേശു ലോകത്തിലേക്ക് വന്നു. And the Bible says വേദപുസ്തകം പറയുന്നു, in Hebrews 9:28, എബ്രായർ 9:28 He sacrificed Himself as a sacrifice for all these plans of God
to come to us, wicked people. ദുഷ്ട മനുഷ്യരായ നമുക്ക് ദൈവത്തിന്റെ ഈ നന്മ നിറഞ്ഞ പദ്ധതികൾ ലഭിക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തു തന്നെത്താൻ യാഗബലിയായി അർപ്പിച്ചു. Unless we become the child of God, we cannot have these good plans, good blessings from God. നമ്മൾ ദൈവത്തിന്റെ പൈതലായി തീർന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ ഈ നല്ല പദ്ധതികൾ, നല്ല അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയില്ല. How to be cleansed from all our sins so that we can get these good plans from God. ദൈവത്തിൽ നിന്ന് നന്മ നിറഞ്ഞ ഈ പദ്ധതികൾ സ്വീകരിക്കുന്നതിന് നമുക്ക് എങ്ങനെ പാപമെല്ലാം പോക്കി നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ കഴിയും? How to get the good blessings from God. നമുക്ക് എങ്ങനെ ദൈവത്തിൽ നിന്ന് നല്ല അനുഗ്രഹങ്ങൾ പ്രാപിക്കാനാകും? We have to be cleansed from our sins. നാം നമ്മുടെ പാപങ്ങൾ ഉപേക്ഷിച്ച് നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. Mankind should repent and turn to God and get the cleansing for their sins from God. മനുഷ്യരാശി അനുതപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയണം, ദൈവത്തിൽ നിന്ന് പാപമോചനം പ്രാപിക്കണം. So God made a way. അതുകൊണ്ട് ദൈവം അതിനൊരു വഴി ഉണ്ടാക്കി. He became a man. ദൈവം ഒരു മനുഷ്യനായി തീർന്നു. And was pure as God. ദൈവത്തെ പോലെ വിശുദ്ധനായ ഒരു മനുഷ്യനായി തീർന്നു. No sin was found in Jesus, who was God in flesh. ജഡത്തിൽ വെളിപ്പെട്ട ദൈവമായ യേശുവിൽ പാപമൊന്നും ഉണ്ടായിരുന്നില്ല. And he offered himself as a sacrifice for all our sins to be forgiven. നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടുന്നതിനെ യേശു തന്നെത്താൻ ഒരു യാഗബലിയായി അർപ്പിച്ചു. And his blood was shed. യേശുവിന്റെ രക്തം ചിന്തപ്പെട്ടു. And the Bible says, വേദപുസ്തകം പറയുന്നു, 1 John 1:7, 1 യോഹന്നാൻ 1:7, the blood of Jesus Christ cleanses us from all sin. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. Today when we come to Jesus ഇന്ന് നമ്മൾ യേശുവിനെ സമീപിക്കുമ്പോൾ and say, forgive my sin, Lord, എന്റെ പാപം ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ, I repent of my sin കർത്താവേ, എന്റെ പാപങ്ങളോർത്ത് ഞാൻ അനുതപിക്കുന്നു, and I leave my sin, ഞാൻ എന്റെ പാപങ്ങൾ വിട്ടുകളയുന്നു, I turn from my wicked ways, ഞാൻ എന്റെ ദുർമാർഗങ്ങൾ വിട്ട് തിരിയുന്നു. the blood of Jesus will come to you, അപ്പോൾ യേശുവിന്റെ രക്തം നിങ്ങളുടെ അരികിൽ വരും, cleanse you from sin, നിങ്ങളുടെ പാപം പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും, make you the child of God. നിങ്ങളെ ദൈവത്തിന്റെ പൈതലാക്കി മാറ്റും. Your old sinful nature will go. നിങ്ങളുടെ പഴയ പാപ സ്വഭാവം നിങ്ങളെ വിട്ടു പോകും. Then the same blood of Jesus, according to Hebrews 12:24, will intercede for you to God to bring God's plan into your life. പിന്നീട് എബ്രായർ 12:24 പ്രകാരം ദൈവം തന്റെ പദ്ധതികൾ നിങ്ങൾക്ക് നൽകുന്നതിനെ യേശുവിന്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കും. And the blessings come. അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി വരും. God's blessings come. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളെ It തേടി വരും. comes like a rain upon your life. അത് നിങ്ങളുടെ മേൽ ഒരു മഴ പോലെ വർഷിക്കപ്പെടും. Today, my friend, ഇന്ന് സ്നേഹിതന്മാരെ, as the Holy Spirit comes upon you, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, according to Romans 8:26-27, റോമർ 8:26-27 വാക്യങ്ങൾ പ്രകാരം, you will humble yourself right now നിങ്ങളിപ്പോൾ നിങ്ങളെ തന്നെ താഴ്ത്തും, and ask God to forgive, നിങ്ങളോട് ക്ഷമിക്കുവാൻ ദൈവത്തോട് യാചിക്കും, to give you grace to become the child of God and to do the will of God. ദൈവ പൈതലായി തീരുവാൻ, ദൈവത്തിന്റെ ഹിതം ചെയ്യുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകും. And he is cleansing you right now. ദൈവം ഇപ്പോൾ നിങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്നു. I pray that the Holy Spirit shall come upon everyone who is listening to me right now. ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. Fill them, Lord. കർത്താവേ, അവരെ നിറയ്ക്കണമേ. Help them to cry out to be cleansed of their sins. പാപമോചനം നേടി ശുദ്ധീകരണം പ്രാപിക്കുന്നതിന് വേണ്ടി നിലവിളിക്കുവാൻ അവരെ സഹായിക്കണമേ. Every bondage of sin be broken now. പാപത്തിന്റെ സകല ബന്ധനങ്ങളും തകർന്നു പോകുന്നു. Every wrong relationship be removed right now. തെറ്റായ ബന്ധങ്ങളെല്ലാം അവരിൽ നിന്ന് പിഴുതെറിയപ്പെടുന്നു. Every wrong addiction and habit, leave them right now. സകല ദുസ്വഭാവങ്ങളും പൈശാചികമായ ആസക്തികളും ഇപ്പോൾ അവരെ വിട്ടു Set പോകട്ടെ. them free, Lord. കർത്താവേ, അവരെ വിടുവിക്കണമേ. Set them free, Lord. കർത്താവേ, അവരെ വിടുവിക്കണമേ. Everybody cry to God. എല്ലാവരും ദൈവത്തോട് നിലവിളിക്കുവിൻ. Lord, I want blessing. കർത്താവേ, എനിക്ക് അനുഗ്രഹങ്ങൾ വേണം. Before that, cleanse me. അതിനു മുൻപായി എന്നെ കഴുകി Wash വെടിപ്പാക്കണമേ. me. എന്നെ കഴുകണമേ. Transform me. എന്നെ രൂപാന്തരപ്പെടുത്തണമേ. Change me as your child. എന്നെ അങ്ങയുടെ പൈതലാക്കി മാറ്റണമേ. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ let every sin go. സകല പാപവും നിങ്ങളെ വിട്ടു പോകട്ടെ. Let every obstruction go. സകല തടസ്സങ്ങളും വിട്ടുപോകട്ടെ. Holy Spirit, പരിശുദ്ധാത്മാവേ, the blood of Jesus bring the blessings into everybody's life. എല്ലാവരുടെയും ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങളെ കൊണ്ടുചെല്ലുവാൻ യേശുവിന്റെ രക്തത്തിനെ പ്രാപ്തി നൽകണമേ. Yes, Lord.
കർത്താവെ അനുഗ്രഹിക്കണമേ. Every blessing come. എല്ലാ അനുഗ്രഹങ്ങളും കടന്നു വരുന്നു. Every blessing come. എല്ലാ അനുഗ്രഹങ്ങളും, Showers of blessing come. അനുഗ്രഹമാരി പെയ്തിറങ്ങുന്നു. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Thank you for this blessing. ഈ അനുഗ്രഹത്തിന് നന്ദി. Thank you for this blessing. ഈ അനുഗ്രഹത്തിന് നന്ദി. Thank you for this blessing. ഈ അനുഗ്രഹത്തിന് നന്ദി. Amen. ആമേൻ.